ബായിക്കറിയോ അറ്റൻഡൻസ്, അസൈൻമെന്റ്, ലാബ്, റിപ്പോർട്ട്, വൈവ, പ്രൊജക്ട്, ഇന്റേണൽ, സെമസ്റ്റർ എക്സാം, സീരീസ് എക്സാം, പാസ്സായവരെ പുച്ഛം, സപ്ലി, വീട്ടുകാരെ തെറി, ട്യൂഷൻ, ഇങ്ങനെ 4 കൊല്ലം കൊണ്ടേ 56 പേപ്പർ എഴുതിയിട്ട് ഒരു ബിടെക്കാരൻ പുറത്തേക്ക് വന്നത്. അപ്പൊ ബിടെക്കാരെ കാണുമ്പോ പുച്ഛിക്കരുത്, ഇല്ല കേട്ടാ? കൂടി ആക്ച്വലി ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ പണ്ട് മുതലേ നമ്മൾ ബിടെക്കാരെ പറ്റിയിട്ട് പറയുന്ന ഒരു കോമഡി ഉണ്ട്, ഒരു കല്ലെടുത്ത് മേലക്കെറിഞ്ഞാൽ വീഴുന്നതൊക്കെ ഒരു ബിടെക്കാരന്റെ തലയ്ക്കായിരിക്കും എന്നുള്ളത്. ആക്ച്വലി എന്താണ് അങ്ങനെ ഒരു കോമഡി വരാനുള്ള ഒരു കാരണം? ഇൻഡസ്ട്രിയിൽ ഈ ബിടെക്കാർ എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. കല്ലെടുത്തെറിഞ്ഞാൽ അതൊരു ആക്ച്വൽ ഫാക്റ്റാണ്. കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ബിടെക്കുകാരെ തലയിലാണ് കൊള്ളുന്നത് എന്നുള്ളത് പറയാൻ കാരണം അത്രയധികം ബിടെക്കുകാർ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിന് മറ്റൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ബിടെക്കുകാർ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കാരണം അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഡയറക്ഷൻ ഇല്ല, എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. സോ ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ എനിക്കറിയാം ഇൻഡസ്ട്രിയിലുള്ളൊരു എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതും അതിൻ്റെ ഗ്രോത്ത് എന്താണ്, അതിൻ്റെ സ്റ്റേജസ് എന്താണ്, ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണ്, ഏതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള നോളേജ് എനിക്കുണ്ട്. സോ ഈ രീതിയിലുള്ളൊരു നോളേജ് നമുക്ക് ജസ്റ്റ് പഠിച്ചിറങ്ങിയ ഒരു ബിടെക്കുകാരന് ഒരു അവയർനെസ് കൊടുക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതൊരു ബെറ്ററാണ്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കിട്ടാത്തത് കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം ബിടെക്കാരുള്ളത്. തീർച്ചയായും. കാരണം ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് കഴിഞ്ഞാൽ അധിക പേരും ഓപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ. ഇപ്പോൾ എല്ലാവരും പോകുന്നത് CAD പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാനോ എന്നുള്ളതിനൊക്കെ പോകും. പക്ഷെ അതൊക്കെ പോകുന്നതിനെ കൊണ്ട് പ്രശ്നമല്ല. പക്ഷെ അത് എന്തിനാ പോകുന്നത്, അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് എവിടുന്നാണ് ഈ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളൊരു അറിവില്ലായ്മ ഒരു വിഷയമുണ്ട് അല്ലേ? കാരണം ഈ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അതിനൊരു ഇനി സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരു കോഴ്സുകൾ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ് ചെയ്യാൻ കോഴ്സുകൾ ഉണ്ട് എന്ന് അറിയാത്തതിന്റെ ഒരു വിഷയം ഉണ്ട്. പലവരും അതിൽ അവെയർ അല്ല. അവർക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ എന്റെ സ്റ്റുഡൻസിൽ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്നെങ്കിൽ CAD പഠിക്കാൻ പോകും, അതല്ലെങ്കിൽ അവർ കൂടുതലും ഡിസൈനിങ് ക്രിയേറ്റീവ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട് ആകും. അപ്പൊ മെജോറിറ്റി പേർക്കും ഒന്നെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഈ AutoCAD പോലെയുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കാൻ അവർ പോകുന്നു, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഫീൽഡിലേക്ക് തിരിയുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആക്ച്വലി അവർ അവെയർ അല്ല എന്നാണ് ഇപ്പോൾ തരിച്ചർ പറഞ്ഞു വരുന്നത്. തീർച്ചയായും. ഇപ്പം ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങിയ ഒരാൾ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് കോഴ്സിനെ പറയുന്നത്. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാതെ അത് പറഞ്ഞാൽ നമ്മൾ 4 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ലൈക്ക് ജിയോ ടെക്നിക്കൽ, സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈന്, പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ്, പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരുപാട്, അതിൽ തന്നെ ഒരുപാട് സബ് കോഴ്സസ് നമ്മൾ ബിടെക്കിൽ പഠിക്കുന്നുണ്ട്. MBBS കഴിഞ്ഞ ഒരാൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് ന്യൂറോളജി, കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെ തന്നെ ബിടെക്കിൻ്റെ പല ബ്രാഞ്ചസിലും അതേ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഗൾഫിലേക്ക് സർവേ എന്നുള്ളൊരു ഫീൽഡിലായിരുന്നു, മാപ്പിംഗ് സർവേ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് പഠിച്ചതുമായ രീതിയിൽ. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ITI ബേസ് കഴിഞ്ഞാൽ ITI സിവിൽ ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിലും അതുപോലെ തന്നെ പോളി ഡിപ്ലോമ ആണെങ്കിലും സിവിൽ പ്രോളി, അവർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ഗൈഡ് ലൈൻ കിട്ടാത്തൊരു സാഹചര്യം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് നീഡ്സ് ആണല്ലോ ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അത്രയും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യയിലാണെങ്കിലും പുറത്തുള്ള നാട്ടിലാണെങ്കിലും അല്ലെ. അപ്പോ അതില് അവർക്ക് അവരുടെ സ്യൂട്ടബിൾ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള അവർക്കുള്ള ജോബ്, ഒരു സ്യൂട്ടബിൾ ജോബ് കിട്ടുക. അസമയം ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞൊരു ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ഒരു സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ മാത്രമാണ് കാറ്റഗറൈസ് ചെയ്യുള്ളൂ. അസമയം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ സായി സാർ പറഞ്ഞ തന്നെ ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി സർവേ, അതേപോലെ തന്നെ പ്ലാനിങ് അല്ലെങ്കിൽ ഡിസൈനിങ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ QA/QC, ഇങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ അവർക്ക് ജോബ് കിട്ടണമെങ്കിൽ അതിന്റെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എടുത്ത് പഠിച്ച് പോകുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ജോബ് കിട്ടുക. ഇപ്പൊ റിയാസ് സാർ പറഞ്ഞ പോലെ തന്നെ
ഇപ്പോ റിയാസ് ബേസിക്കലി ഒരു ലാൻഡ് സർവേയർ ആണ്. അതെ അതെ അതെ. അപ്പോ ഒരു 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസും ഫീൽഡിലുണ്ട്. മൊത്തം 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബിടെക് കഴിഞ്ഞ പല സ്റ്റുഡൻസിനും ലാൻഡ് സർവേ എന്താന്നുള്ള കോഴ്സിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ലാൻഡ് സർവേ വഹിക്കുന്ന റോൾ എന്താണ്? ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ എന്താണ് ലാൻഡ് സർവേ എന്നുള്ള ഒരു ഫീൽഡ് എന്താണ്? ആക്ച്വലി മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ മെത്തേഡുകൾ സർവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പക്ഷെ ഇപ്പോൾ ടെക്നോളജി വളർന്നതനുസരിച്ച് സർവേയിലും അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറെ എക്യുപ്മെന്റ്, ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്, ടോട്ടൽ സ്റ്റേഷൻ, DGPS എന്നുള്ള രീതിയിൽ കുറെ എക്യുപ്മെന്റ് വന്നിട്ടുണ്ട്. അതിപ്പോ ITIയിലാണെങ്കിലും പോളിയിലാണെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലാണെങ്കിലും ചെറിയൊരു ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതായത് എക്യുപ്മെന്റ് എന്താണെന്നുള്ള പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ അത് എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്നുള്ള യാതൊരു രീതിയിലുള്ള ഒരു നോളജും അവിടുന്ന് കിട്ടുന്നില്ല. ചിലപ്പോ ബിടെക് സിലബസും ചെറിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കുന്നത് ചെയിൻ സർവേയും കോമ്പസ് സർവേയും തിയോഡലൈറ്റും ട്രാവൽ 2000 അത് ഓൾറെഡി കഴിഞ്ഞു. വന്നിട്ട് ഫുൾ ടെക്നോളജി എക്യുപ്മെന്റുകളാണ്. അപ്പൊ അതിന് യൂസ് ചെയ്യാൻ അറിയണം. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റണം. ഇപ്പൊ ഒരു പ്രൊജക്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു 100 ഏക്കേഴ്സ് അതല്ലെങ്കിൽ വലിയൊരു ടൗൺഷിപ്പ് വരികയാണ്. അപ്പൊ അവിടെ ഫസ്റ്റ് ടൈം അവിടെ ഒരു സർവേ ടീം പോയിട്ട് ടോട്ടൽ സർവേ എടുക്കുകയാണ്. സർവേ എടുക്കുന്നത് ടോട്ടൽ സ്റ്റേഷൻ, അതിൽ DGPS, അതിൽ ഡ്രോൺ സർവേ, ഇത്തരത്തിലുള്ള ടെക്നോളജി വന്നു. ഈ സർവേ എടുത്തതിന് ശേഷം അതിന്റെ ഡാറ്റാസ് മുഴുവനും വെച്ചിട്ടാണ് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഈവൻ അതിൽ റോഡ്സ് വരാനാണെങ്കിലും എവിടെയൊക്കെ ബിൽഡിങ്സ് വരണമെന്നുണ്ടെങ്കിലും മറ്റുള്ള അമ്യൂണിറ്റീസ് വരണമെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഈ സർവേ ഡാറ്റാസ് വെച്ചിട്ടാണ്. അതായത് ഒരു കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സർവേ ആണ്. അപ്പൊ അതിനിപ്പോ നമുക്കറിയാം, ഒരു ലാൻഡ് ഇപ്പൊ എവിടെയാണെങ്കിലും വേൾഡ് വൈഡ് എവിടെയാണെങ്കിലും ലാൻഡിന് ഒരു അൺഷേപ്ഡ് ആയിരിക്കും, അതിന് ഡിഫറെന്റ് ഹൈറ്റ്സും ആയിരിക്കും. അപ്പൊ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ കോണ്ടൂറിങ് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ റോഡ്സിൽ ഡിസൈനിങ് വേണം. ഇതെല്ലാം ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലും ഇത് എക്സാക്ട് മാർക്ക് ചെയ്താൽ മാത്രമാണ് ഇന്ന ഏരിയകളിൽ ഇന്ന കൺസ്ട്രക്ഷൻ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈവൻ ഒരു വലിയൊരു ഏരിയയിൽ ഇപ്പൊ ഒരു 10-40 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള വലിയൊരു കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിലേക്കും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, വേറെ ഏരിയയിലേക്കും റോഡ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കറക്റ്റ് അലൈൻമെന്റ് പ്രകാരം മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സർവേർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്രയും വലിയ റോളാണ് സർവേറിനുള്ളത്. അപ്പൊ ഈ സർവേയിൽ യൂസ് ചെയ്യുന്ന ചില എക്യുപ്മെന്റ്സ്, മെഷീൻസ് ഇപ്പൊ അപ്ഡേറ്റഡ് വേർഷൻസ് ആണ് സാറ് കുറച്ച് മുന്നേ പറഞ്ഞ പോലെയുള്ള ഇതെല്ലാം വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെറും സർവേർ എന്ന് പറയുന്നത് വെറും ഫീൽഡ് സർവേ മാത്രമല്ല, അതൊരു സർവേ എഞ്ചിനീയറിംഗ് ആണ്. അത് ഈ ഡിസൈൻ പ്രകാരം ഈ ഡ്രോയിങ് പ്രകാരം സ്റ്റഡി ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ റോഡ്സുകളാണെങ്കിലും റോഡ്സിന്റെ താഴെ കുറെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈനുകളും അതുപോലെ തന്നെ മറ്റുള്ള യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ക്ലാഷിങ് കൂടാതെ അതിന് കറക്റ്റ് ലൈൻ ലെവലിൽ കൊടുത്ത് അതിന് നല്ലൊരു എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ സർവേയർ എന്ന് മാത്രമല്ല, അവിടെ സീനിയർ സർവേയർ വരും, സർവേ എഞ്ചിനീയർ വരും, സർവേ മാനേജർ എന്നുള്ള പോസ്റ്റ് വരും. ഇത്തരത്തില് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു മേഖലയാണ് സർവേയർ. ഇപ്പൊ റിയാസ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ഫീൽഡ് വർക്കിനെ പറ്റിയിട്ട് പറഞ്ഞു ലാൻഡ് സർവേയറിന്റെ. അപ്പോൾ എന്റെ സ്റ്റുഡൻസ് ഇപ്പോൾ പലവരും ഇപ്പൊ നമ്മൾ ലാൻഡ് സർവേനൊക്കെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞു, സാർ അതൊന്നും പഠിക്കാൻ പറ്റൂല, ഭയങ്കര ഇൻഡസ്ട്രിയിൽ ഭയങ്കര വെയിലുള്ള ഒരു പ്രൊഫഷനാണ് ലാൻഡ് സർവേ, അതുകൊണ്ട് ഞാനൊക്കെ ഇറങ്ങൂല എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഇപ്പോൾ റിയാസ് ഒരു സർവേയർ ആയതുകൊണ്ട് ഇപ്പൊ ഈ സ്റ്റുഡൻസ് അങ്ങനെ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? നന്നായിട്ട് വെയിലുള്ള ഒരു കരിയറാണ്? ഒരിക്കലും അല്ല. കാരണം ഫീൽഡ് വർക്ക് ഉള്ള കുറെ പ്രൊഫഷണൽ ജോബ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ജോബാണ് ഈ സർവേ എന്ന് പറയുന്നത്. സർവേയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം നമുക്ക് അതിലൊരു എഞ്ചിനീയറിംഗ് ഉണ്ട്. ഒരിക്കലും ഒരു ലേബർ കാറ്റഗറിയിൽ വരുന്ന ഒരു ജോബല്ല. ആക്ച്വലി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡിസൈനേഴ്സ് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ്ങിന്റെ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് സൈറ്റിൽ എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആ ഡ്രോയിങ് സ്റ്റഡി ചെയ്യാൻ അറിവ് വേണം ആ സർവേ. ആ ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഒരു പൈപ്പ് ലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ റോഡാണെങ്കിലും ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഒരു ബിൽഡിങ്ങിന് 4 പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോയിന്റിന് ബേസ് ചെയ്തിട്ടാണ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സർവേറിന് മേ ബി ചിലപ്പോൾ മോർണിംഗിൽ ഒരു 1 hour വർക്ക് ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ എക്യുപ്മെന്റിന്റെ വർക്ക്. അപ്പൊ അതിനുശേഷം പിന്നെ സർവേർ വേറൊരു സൈറ്റിലേക്ക് പോവാം. അതിൽ സർവേറിന് അവിടെ തന്നെ മീൻസ് അത്ര റെസ്റ്റ് കിട്ടുകയാണ്. നമ്മൾ കാണുന്നത് മെഷീന്റെ മുന്നിൽ വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത് മാത്രമേ. പക്ഷെ അവിടെ ആ സർവേർ സ്റ്റഡി ചെയ്തപ്പോ മോർണിംഗിൽ ചിലപ്പോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ അതിന്റെ ഡാറ്റാസ് എല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് ടേക്ക് ചെയ്ത് അതിന് നമുക്ക് മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്ത് എന്നിട്ട് പിന്നെ വന്ന് പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഇത്തരത്തില് ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോബാണ് സർവേർ എന്ന് പറയുന്നത്. എന്ന് വന്ന് മാർക്ക് ചെയ്തു മീൻസ് സർവേറിന് ഇപ്പോൾ വണ്ടി ഉണ്ടാവും. ആക്ച്വലി ഇത്രയും എക്യുപ്മെന്റ് എല്ലാം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സും പ്രൊജക്ട് മാനേജറും കൺസ്ട്രക്ഷൻ മാനേജറും എല്ലാം ആസ് പെർ ഡ്രോയിങ് പ്രകാരം ഡിസ്കസ് ചെയ്യുന്നത് സർവേറോടാണ്.
മീൻസ് ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പല രീതിയിലും റിവിഷൻസ് വന്നുകൊണ്ടിരിക്കും ഡ്രോയിങ്സിന്. വലിയ വലിയ പ്രൊജക്ടുകൾക്കൊക്കെ ഇപ്പൊ ഈവൻ റോഡാണെങ്കിലും യൂട്ടിലിറ്റികളാണെങ്കിലും പല ഭാഗത്തും ക്ലാഷിംഗ് ഉണ്ടാവും, അതിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിഷൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സർവേറോടാണ്. ആസ് പെർ സ്റ്റേറ്റ് കണ്ടീഷൻ എന്താണ്, എവിടേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. പൈപ്പ് ലൈൻ ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ആണെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. ഈവൻ സീവറേജൊക്കെ ആണെങ്കിൽ ഗ്രാവിറ്റി ലൈൻ ആണല്ലോ. അപ്പൊ ഇതിപ്പോ ഒരു ജംഗ്ഷൻസിലൊക്കെ വരുമ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ പോകുന്ന ഒരു സീവറേജ് ലൈൻ ഉണ്ടാവും, ക്രോസ് ചെയ്ത് വരുന്ന സീവറേജ് ലൈൻ. ഇത് തമ്മിൽ ഗ്രാവിറ്റി ലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് അതിനെ ലെവൽ ഡിഫറെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ലോങ് ചിലപ്പോൾ അതിന് ലെവൽ മാറ്റി കൊണ്ടുവന്ന് ഈവൻ ഇടയിൽ ഒരു മാൻ ഹോൾ ഫിക്സ് ചെയ്ത് ഇതെല്ലാം ആസ് പെർ സ്റ്റേറ്റ് കണ്ടീഷൻ ഒരു എഞ്ചിനീയറിംഗ് ആണ്. അവിടെ ആക്ച്വലി സർവേറിന് നല്ലൊരു ഇടപെടലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത് വെയിലുകളിൽ മാത്രമല്ല അവിടെ ഉള്ള ഒരു പിന്നെ ഒരു പാഷനാണ്. ഇപ്പോ ഇവൻ ക്വാണ്ടിറ്റി സർവേന്റെ ഇപ്പൊ താജ് സാർ പറഞ്ഞ പോലെ അതൊരു വേറൊരു ജോബാണ്. റിയാസ് സാർ ഇപ്പൊ ക്വാണ്ടിറ്റി സർവേനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു സെമിനാർ കൊടുക്കാൻ പോയ സമയത്ത് ഇപ്പൊ ക്വാണ്ടിറ്റി സർവേനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ സമയത്ത് പല സ്റ്റുഡൻസും ആക്ച്വലി ക്വാണ്ടിറ്റി സർവേ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട്. കാരണം അവർ ബിടെക് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, ക്വാണ്ടിറ്റി സർവേ എന്നുള്ളൊരു കോഴ്സ് ഉണ്ട് എന്നുള്ളത് പോലും അവർ അവെയർ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ താജ് സാർ ഇപ്പോൾ ബേസിക്കലി ഒരു ക്വാണ്ടിറ്റി സർവേർ ആയതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഒന്നാമത് ഇവർ അവെയർ അല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി സർവേനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ആ കോഴ്സ്, എന്താണ് ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും ബേസിക്കലി ഇപ്പോൾ റിയാസ്ക പറഞ്ഞതുപോലെ നമുക്ക് കൺസ്ട്രക്ഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ബേസിക്കലി അത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആണെങ്കിലും അതിനൊരു സ്റ്റാർട്ട് ആൻഡ് ഒരു എൻഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ ഈ ഒരു ഓരോ ആളുകൾക്കും അതിന് ഓരോ പാർട്ടുണ്ട്. ലൈക്ക് സൈറ്റ് എഞ്ചിനീയർക്ക് ഒരു റോളുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ റോളുണ്ട്, പ്ലാനിങ് എഞ്ചിനീയർക്ക് റോളുണ്ട്, QQC എഞ്ചിനീയർക്ക് റോളുണ്ട്. സിമിലർലി അതുപോലത്തെ ഒരു വ്യക്തി തന്നെയാണ് ഈ ക്വാണ്ടിറ്റി സർവർ എന്ന് പറഞ്ഞാലും. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, കോസ്റ്റ്, കോൺട്രാക്ട്സ്, ഫിനാൻസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ക്വാണ്ടിറ്റി സർവർ. അതായത് സ്റ്റാർട്ട് ടു എൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ക്വാണ്ടിറ്റി സർവർക്ക് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പല തലങ്ങളാണ്. ഇപ്പോൾ നേരത്തെ റിയാസ്ക പറഞ്ഞിരുന്നു ലാൻഡ് സർവേറെ നമുക്ക് PMCയിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അവെയർ ആയിരിക്കണം ഈ കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞാൽ സിവിൽ കഴിഞ്ഞൊരു വ്യക്തി ഏത് മേഖലകളെല്ലാം ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ആദ്യം പഠിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞൊരു ഫീൽഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം, അതിനെന്തൊക്കെ ഡിവിഷൻസ് ഉണ്ടെന്ന് പഠിക്കണം, എനിക്കതിലേക്ക് ഏതിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി സർവേറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, PMC സൈഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൺസൾട്ടൻറ്റ് സൈഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മെയിൻ കോൺട്രാക്ടർ സൈഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സബ് കോൺട്രാക്ടർ സൈഡിൽ ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബിടെക്കിൽ പഠിക്കുമ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ QSന്റെ റോള് ഡിഫറെൻ്റ് ആണ്, ഡ്യൂട്ടീസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ബിടെക് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഇതിൽ ഏതിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അറിയണം. സാലറി ഡിഫറെൻ്റ് ആണ്. അല്ല, ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് കോഴ്സ് എന്താണെന്നുള്ളതും ആ കോഴ്സിൽ പഠിക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കണം. അതൊരു റിയൽ കണ്ടന്റ് ആണോ, ഇത് ശരിക്കും ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ ഞാൻ ഏതിലേക്കാ പോവാ. ഒരു എൻട്രി ലെവൽ QS ജസ്റ്റ് പഠിച്ചിറങ്ങിയ ഒരാൾ QSലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ ഡിവിഷൻസ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ടു എൻഡ് പ്രൊജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാലാണ് ഈ ക്ലയൻറ്റ്, PMC, ഡിസൈൻ കൺസൾട്ടൻറ്റ്, മെയിൻ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ. ഇപ്പോൾ ജസ്റ്റ് കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരു ഫ്രഷർക്ക് ഇതിലേക്ക് മെയിൻ കോൺട്രാക്ടറിലെയോ സബ് കോൺട്രാക്ടറിലോ ആയിരിക്കാം കിട്ടുക. പക്ഷേ PMC, കൺസൾട്ടൻറ്റ്, ക്ലയൻറ്റിലേക്ക് അവർക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ട സ്കില്ല് അവർ അക്വയർ ചെയ്യണം. സോ ഒരു മെയിൻ കോൺട്രാക്ടർ QS ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കില്ല് വേണമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് കഴിഞ്ഞ് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളോട് പറയും CAD കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക 3ds മാക്സോ അല്ലെങ്കിൽ റെവിറ്റോ എന്തെങ്കിലും പഠിച്ചാൽ കുറച്ചുകൂടി ബെറ്ററായി PG ഒരു പാക്കേജിൽ ഒന്നിച്ച് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചാടിക്കറി അതെടുക്കും, അതും പഠിക്കും. ഞാൻ MEP പഠിച്ചിട്ടുണ്ട്, ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു സംഭവം. MEP പഠിച്ചിട്ടുണ്ട്, പ്രൈമാവറ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൈമാവറ ഒരു പ്ലാനിങ് സോഫ്റ്റ്വെയർ ആണ്. ഇത് എങ്ങനെയെന്നുള്ളൊരു ഡയറക്ഷൻ നമുക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. ഏതിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച്
പറഞ്ഞു തരാനല്ല, എല്ലാം ഒരുമിച്ച് ഒരു ബ്ലാങ്ക് അവസ്ഥയാണ് ഒരു ബിടെക് കഴിഞ്ഞൊരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ. എനിക്കറിയാം. അപ്പൊ ശരിക്കും ആ ഒരു ബിടെക് കഴിഞ്ഞ ഒരു ലിമിറ്റേഷൻ ആയിരിക്കും അല്ലേ? കാരണം ഒരു 4 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അത് സ്പെഷ്യലൈസ് ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ് ചെയ്യാൻ ഈ രീതിയിലുള്ള കോഴ്സിൽ പഠിക്കേണ്ടി വരും. അതെ, അത് ഓരോ ആളുകളുടെ സ്കില്ലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഇന്റീരിയർ ഡിസൈനിങ് കാണുമ്പോൾ ഒരു ഫാൻസി കോഴ്സാണ്. എക്സാമ്പിൾ പറയാം, ഇന്റീരിയർ ഡിസൈനിങ് കാണുമ്പോൾ ഒരു ഫാൻസി കോഴ്സാണ്. പക്ഷേ ഇന്റീരിയർ ഡിസൈനിങ്ങിന് കുറച്ച് സ്കില്ലുണ്ട്, കുറച്ച് ആർക്കിടെക്ചർ ക്രിയേറ്റിവിറ്റി വേണം അതിൽ. ഓക്കെ, ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ജസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫെയിലിയർ ആവും. ഒരു 10 കുട്ടികൾ എല്ലാവരും പോകുന്ന പോലെ 10 കുട്ടികളിലേക്ക് എൻട്രി ചെയ്താൽ ചിലപ്പോൾ ഒരാൾക്കേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അദ്ദേഹത്തിന് മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഈ ക്വാണ്ടിറ്റി സർവേക്ക് വരുന്ന കുറച്ചൊരു കാൽക്കുലേഷൻ അരിത്തമെറ്റിക് സ്കില്ല് അത്യാവശ്യമാണ്. അതെ, അരിത്തമെറ്റിക് സ്കില്ല് വേണം അതിന്. അരിത്തമെറ്റിക് സ്കിൽ എന്ന് പറയുമ്പോൾ A to Z ആണോ പറയുന്നത്, അതോ ഒരു ബേസ് അല്ല, ജസ്റ്റ് ടാൻ തീറ്റ കോസ് തീറ്റ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നും അല്ല. ബേസിക് ആയിട്ടുള്ള മാത്സ് അറിഞ്ഞാൽ തന്നെ അതിലേക്ക് കയറാം. നമുക്കിനി കുറച്ച് ഫിഗേഴ്സ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി സർവേ കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു GCC പുറത്തെവിടെ ആവട്ടെ, എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജ്, അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊഫഷനിൽ കിട്ടുന്ന റിട്ടേൺസ് എങ്ങനെയാണ്? സാലറി പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി സർവേർക്ക് ഒരു എൻട്രി ലെവൽ QS ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്ത് ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിലൊരു സ്കെയിൽ വരികയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു QSന് ആൾമോസ്റ്റ് ഒരു 4,000 to 5,000 ഖത്തർ റിയാൽ സാലറി ഉണ്ടാവും. ഓക്കെ, അറൗണ്ട് ഒരു 80,000 90,000 റേഞ്ച് ഉണ്ടാവും ജൂനിയർ QSന്. അതിനുശേഷം ഒരു ജൂനിയർ QS കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒരു 3 to 4 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ടു ഒരു 10,000 12,000 എത്താം. ഓക്കെ, സീനിയർ QS ആയി കഴിഞ്ഞാൽ അതൊരു 16,000 ആയിരിക്കാം. 16,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറത്തെ സ്കെയിലാണ് ഞാൻ പറയുന്നത്. 16,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.2 lakhs ആണ്. ഓക്കെ, സീനിയർ QS. അതിനുശേഷം അടുത്ത സ്റ്റേജ് പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ മാനേജർ എന്നുള്ള സ്റ്റേജിലേക്ക്. കൊമേഴ്ഷ്യൽ മാനേജറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ കൊമേഴ്ഷ്യൽ മാനേജർ വാങ്ങിയിരുന്ന സാലറി 35,000 ഖത്തർ റിയാലാണ്. 35,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 7 lakhs. 7 ലക്ഷത്തോളം സാലറി മന്ത്ലി ആണ്, ഇയർലി അല്ല, പറയാനല്ല, മന്ത്ലി വാങ്ങിയിരുന്ന സാലറിയാണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ മാനേജർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സീനിയർ QSനെയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് സ്കില്ല് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എന്തായിരിക്കണം, ഒരു ജൂനിയർ QS ആയിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്ത് നമുക്ക് അറിയണം, ഇത് എവിടേക്കാണ് ചെന്ന് എത്തുക, എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു നോളേജ് ആ ഫീൽഡിലേക്ക് കയറുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇതേ ചോദ്യം നമ്മളിപ്പോ ഒരു സർവേ ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് സർവേർക്ക് എത്ര ഒരു ഫിനാൻഷ്യൽ റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ലാൻഡ് സർവേക്ക് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഏതൊരു കൺസ്ട്രക്ഷൻ മേഖലയിലും, ഇപ്പോൾ റോഡ്സ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയാലും, പൈപ്പ് ലൈൻ ആയാലും, എല്ലാ മേഖലയിലും സർവേർ എന്നുള്ള വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫ്രഷർ നാട്ടിൽ കയറുന്നതിന് അറൗണ്ട് ഒരു 30,000 ഉണ്ട്. അതുപോലെ തന്നെ ഗൾഫിലാണ് ഫ്രഷർ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ 4,000 റിയാൽ, ഖത്തറിലാണെങ്കിലും ദിർഹം എന്നുള്ള രീതിയിലുള്ള ഒരു റേഞ്ച് സാലറി ഉണ്ട്. ഇതിന് എക്സ്പീരിയൻസ് ആകുമ്പോൾ സീനിയർ സർവേറും അതുപോലെ തന്നെ സർവേ മാനേജർ, സർവേ എഞ്ചിനീയർ എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സാലറി അബോവ് 15,000 എന്നുള്ള രീതിയിൽ റിയാലിലേക്ക് പോകും എന്നുള്ളതാണ്. അറൌണ്ട് 3 lakh 4 lakh റേഞ്ച് സാലറി വരുന്നുണ്ട്. ഇതില് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു സർവേ ഫീൽഡിലുള്ള ഒരു വ്യക്തി ഒരിക്കലും നമുക്ക് ഒരു മെഷീൻ എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, അവിടെ അവനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഡ്രോയിങ് സ്റ്റഡി ചെയ്യുന്നത് സർവേർ ആണ്. ഈവൻ ഒരു ITI സർവേർ ആണെങ്കിൽ ITI സർവേർ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അവർക്ക് കോൺട്രാക്ട് സൈഡിൽ മാത്രമാണ് വർക്ക് ചെയ്യാനുള്ള പറ്റുള്ളൂ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. അതുപോലെ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരു സർവേർ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു BTech കഴിഞ്ഞ ഒരു സർവേർ ആണെങ്കിൽ പെട്ടെന്ന് അവന് ഗ്രോ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. കൺസൾട്ടന്റ് സർവേർ ആവാം, അതിന് PMCയിൽ സർവേർമാരുണ്ട്. കാരണം ക്ലയന്റ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടീമാണ് PMC എന്ന് പറയുന്നത്. കാരണം ക്ലയന്റിൽ നിന്ന് ഈ കൺസൾട്ടൻസി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ഫണ്ട് കൊടുക്കേണ്ടത് ഇവരാണ്. ക്ലയന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ PMC ഒപ്പിട്ടാൽ മാത്രമാണ്, കൺസൾട്ടൻസി അവർ ഒപ്പിട്ടാൽ മാത്രമാണ് ഈ ഒരു എമൗണ്ട് കോൺട്രാക്ടിന് ഒരു എമൗണ്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രകാരം തന്നെ കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല എന്നുള്ളത് ഈ സർവേയർ, PMC സൈഡിലുള്ള സർവേയർ ചെക്ക് ലിസ്റ്റ് ഒപ്പിട്ടാൽ മാത്രമേ, മീൻസ് RFI ഒപ്പിട്ടാൽ മാത്രമാണ് ആ ഒരു ഫണ്ട് റിലീസ് ആവുള്ളൂ. ഇത്തരത്തില് എല്ലാ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഡ്രോയിങ് സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ ഫീൽഡിൽ പോയിട്ട് ചെക്ക് ചെയ്യാനും എക്യുപ്മെന്റ് അറിയുന്ന, മീൻസ് സർവേ എക്യുപ്മെന്റ് അറിയുന്ന ഒരു സർവേയറിന് എഞ്ചിനീയറിംഗ് സൈഡിൽ അത്യാവശ്യമാണ്. അപ്പൊ പല കുട്ടികൾക്കും ഈ ഒരു രീതിയിലുള്ള ഒരു നോളേജ് ഇല്ല എന്നുള്ളതാണ്. അതിലേക്ക് കൂടുതലും വരുന്നത് ഗൾഫ് കൺട്രിയിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും വരുന്നത്
പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഫിലിപ്പീൻസും ആണ്. ഇവരാണ് കൂടുതലും അവിടെ സർവേ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളത്. കാരണം അവിടെ 3 വർഷം കഴിഞ്ഞവർ ബിടെക് എഞ്ചിനീയേഴ്സ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവര് ബിടെക് കഴിഞ്ഞവർ ആകെ പോവുക സൂപ്പർവൈസർ എന്നുള്ള മേഖലയ്ക്ക് മാത്രമാണ്. കാരണം അവരുടെ സ്കില്ല് ഇപ്പൊ ഒരുപക്ഷെ അവർക്ക് ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവരും നേരെ പോകുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ്. കാരണം ഒന്നില്ലെങ്കിൽ ഓട്ടോകാർഡ് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ സൈറ്റ് സൂപ്പർവൈസർ ആവും. ആക്ച്വലി സൈറ്റ് സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ മാനേജർ, പ്രൊജക്ട് മാനേജർക്ക് ആവാം. കാരണം ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു ബിടെക് സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെ, അവനക്ക് എന്താവാം ഈ രീതിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട്, കൺസ്ട്രക്ഷൻ മാനേജറായി, പ്രൊജക്ട് മാനേജർ, ഒരു ടീമിനെ മൊത്തം ലീഡ് ചെയ്യാനുള്ള ആളുകൾ. അസമയം ക്രിയേറ്റിവിറ്റി ഉള്ള ആർക്കിടെക്ചറൽ ക്രിയേറ്റിവിറ്റി ഉള്ള ബിടെക് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവര് പോകേണ്ടത് ഡിസൈനിങ് സെക്ഷനിലേക്ക് തന്നെയാണ്. അതായത് നമ്മളിപ്പോ നമ്മളുടെ ടാലന്റ് കൂടി ഈ ഒരു CAD കോഴ്സ് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശം എന്നുള്ളതല്ല. കാരണം ഇപ്പോ ഡിസൈനിനോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഏതിൽക്കാ തിരിയുന്നതെങ്കിൽ അതിനെ കുറിച്ചൊരു നോളജ് വേണം. ഐ മീൻ ഞാൻ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. ഇതാണ് എൻ്റെ ഫീൽഡ് എന്നുള്ളത് മനസ്സിലാക്കി പോയാൽ കുഴപ്പമില്ല. ഇത് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആകുന്നു. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സൈറ്റ് എഞ്ചിനീയറിംഗ് ആണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി അതിൽ കുറച്ചു കാലം ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്ത് അവർ ഗൾഫിൽ പോയി അവിടെ ഗൾഫിൽ ഏതെങ്കിലും സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല വേറെയും കുറേ ഇപ്പോൾ അതേ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി സർവേർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, പ്ലാനിങ് എഞ്ചിനീയർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, അതുപോലെ തന്നെ QA/QC എഞ്ചിനീയർ എന്ന് പറയുന്നതും സിവിൽ എഞ്ചിനീയർ ആണ് എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ കാറ്റഗറീസ്, കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഇവർ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവർ ചിന്തിക്കും ഇതും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളതിനെ കുറിച്ച് അപ്പോഴാണ് അവർ മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ ഒരു സ്കിൽ ഏരിയാസിനെ പറ്റിട്ട് ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി സർവേക്ക് കുറച്ച് അരിത്മെറ്റിക് സ്കില്ല് വേണം എന്നുള്ളത്. അപ്പൊ എല്ലാ പ്രൊഫഷണൽ ആക്ച്വലി സ്കിൽ റിക്വയർഡ് ആണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റി സർവേ എടുക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിക്ക്, ഒരു സ്റ്റുഡന്റിന് ഏതൊക്കെ ഏരിയാസ് ഓഫ് സ്കില്ലുകളാണ് വേണ്ടത്? ക്വാണ്ടിറ്റി സർവേയിലേക്ക് പഠിക്കാൻ, അതായത് അവർക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ ബേസിക്കലി ഒരു ഡ്രോയിങ് റീഡ് ചെയ്യാനുള്ളൊരു സ്കില്ല് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഇപ്പോൾ റിയാസ് ഖാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡ് സർവേർ ആണെങ്കിലും നമ്മളിപ്പോൾ ബിടെക്കിന് പഠിക്കുന്ന ഡ്രോയിങ്സ് പോലെ അല്ല. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്ന ഹൈ റൈസ് ബിൽഡിങ്സ് ആണ്. ഈ ഹൈ റൈസ് ബിൽഡിങ്സ് ആണെങ്കിലും ഇപ്പോൾ റോഡ്സിന്റെ യൂട്ടിലിറ്റീസ് ആണെങ്കിലും ഇതൊക്കെ പല ലെവലുകളിൽ കിടക്കുന്നതാണ്. ഒരുപാട് ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഡ്രോയിങ്ങിൽ. അപ്പോൾ ഈ ഡ്രോയിങ് എന്താണെന്നുള്ളത് റീഡ് ചെയ്യാനുള്ളൊരു സ്കില്ല് ഫസ്റ്റ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷേ ആ ഒരു സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേർ ആണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ സെക്ഷൻസ് നോക്കി മനസ്സിലാക്കി ഇത് ഏതാണ് എവിടെയാണ്, ഇപ്പോൾ പ്ലാൻ സെക്ഷൻ എലിവേഷൻസ് ഉണ്ടാവുമല്ലോ, എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് അത് ചെയ്യാനുള്ളൊരു സ്കില്ല് വേണം. പിന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേർ എന്ന് പറയുമ്പോൾ പേരെന്ന് പറയുന്ന പോലെ തന്നെ ജസ്റ്റ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ആ ഒരു ഇതിലല്ല നിൽക്കുന്നത്. ഇവർ പേയ്മെന്റ് സെക്ഷനിലേക്ക്, ഇപ്പോൾ സബ് കോൺട്രാക്ടർ പേയ്മെന്റ്, ക്ലയന്റ് പേയ്മെന്റ് എന്നുള്ളതിലേക്ക് പോകുമ്പോൾ പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സബ് കോൺട്രാക്ടർ മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓക്കെ, ഒരു ഇമെയിൽ, പ്രോപ്പറായിട്ടൊരു ഇമെയിൽ എങ്ങനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയണം. ആ ഇമെയിലിൻ്റെ ലാംഗ്വേജ് പ്രോപ്പർ ആവണം. സോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, പിന്നെ പല മീറ്റിംഗ്സും കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മീറ്റിംഗ്സ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും അവർ മനസ്സിലാക്കണം. സാർ പറഞ്ഞു വരുന്നത് ഒരു പ്രൊജക്ടിന്റെ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ മന്ത് ഓഫ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റി ബേസ് ആയിരിക്കും അല്ലെ. ബില്ല് ഓഫ് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ ആ പ്രൊജക്ട് എത്ര ആ മന്ത് കംപ്ലീറ്റ് ആയി അതിനനുസരിച്ചിട്ടുള്ള ബില്ല് കൊടുത്ത് ആ രീതിയിലാണ് അവർക്ക് ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് ക്വാണ്ടിറ്റി സർവേയുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. അതെ, അതിപ്പോ നമുക്ക് മെയിൻ കോൺട്രാക്ടർ സൈഡിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ലെവൽസ് ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ കോൺട്രാക്ടർ സൈഡിൽ പറഞ്ഞൊരു ഡ്യൂട്ടിയാണ് ഇപ്പോൾ റിയാസ് പറഞ്ഞത്. ഇത് സബ് കോൺട്രാക്ടറിലേക്ക് പോകുമ്പോൾ ഇതല്ല ഡ്യൂട്ടി മാറി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ PMCയിലേക്ക് പോകുമ്പോൾ ഇതല്ല ഡ്യൂട്ടി. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾക്കൊന്നും ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ആവശ്യമില്ല. പക്ഷേ കുറച്ച് കോംപ്ലക്സ് പ്രൊജക്റ്റുകളിലേക്ക് പോകുമ്പോൾ, വലിയ പ്രൊജക്റ്റുകളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ റോഡ്സ് ആണെങ്കിലും ശരി, ബിൽഡിങ്സ് ആണെങ്കിലും ശരി, വലിയ പ്രൊജക്ട്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റി സർവേയുടെ റോള് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരും. ചിലപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു QS ചിലപ്പോൾ മൾട്ടിപ്പിൾ ജോബുകൾ ചെയ്യും. ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്ന മെയിൻ കോൺട്രാക്ടർ സൈഡിൽ വർക്ക് ചെയ്യുന്ന QS തന്നെ പല പല മേഖലകളിൽ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്തു എന്നുള്ളത് വരാം നാട്ടിൽ വർക്ക് ചെയ്യുന്ന QS. പക്ഷേ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് QSന്റെ ജോബ് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ഓക്കെ, പിന്നെ ഇതിലിപ്പോ സാർ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, ആ ഒരു ക്വാണ്ടിറ്റി ഇഷ്യൂ എന്ന കാര്യം. ഇതിൽ സർവേറിന് നല്ലൊരു റോൾ ഉണ്ട്. ഇപ്പൊ ഇവൻ ഒരു റോഡ് പ്രൊജക്ട് ആണെങ്കിൽ
ഇപ്പൊ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ സ്ട്രെച്ചും ഇപ്പൊ ഒരു ഈവൻ റോഡിന്റെ ഒരു അതിന്റെ അറിയാലോ, നമുക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഇത്ര വീതിക്ക് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെയേഴ്സ് എല്ലാം ഉണ്ടാവുക. അപ്പൊ സബ്ഗ്രേഡ് ചെയ്തു, അതിന് വെറ്റ് മിക്സ് ചെയ്തു, അല്ലെങ്കിൽ GSB ചെയ്തു. ഈ GSB ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അത് ഇടുന്നതിന് മുന്നേ സർവേർ ലെവൽസ് എടുക്കും. ഓക്കെ, അത് ഇട്ട് ലേ ചെയ്തതിന് ശേഷം ഒരു ഏതെങ്കിലും മെറ്റീരിയൽ സംതിങ് ഇപ്പൊ GSB ആവാം, ആ മെറ്റീരിയൽ ലെവൽസ് എടുത്ത് ആ ലെവൽസ് രണ്ടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻറ്റ്, അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്ത്, ഈ ഒരു ലെവൽസ് പ്രകാരമാണ് അതിന്റെ ഹൈറ്റ് കണക്കാക്കുക. ഈ ഒരു രീതിയിൽ സർവേർ ആ മെഷർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേർ അത് വെച്ചിട്ട് എത്ര വീതിക്ക് എത്ര ലെങ്തില് എത്ര ഹൈറ്റില് എന്നുള്ള ക്വാണ്ടിറ്റി അവിടെ ഇട്ട് കഴിഞ്ഞു എന്ന് സർവേർ റിപ്പോർട്ട് കൊടുത്താൽ അത് പ്രകാരം ക്വാണ്ടിറ്റി സർവേർ അതിന് ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കി അതിന് എത്രയാണ് എംക്യൂബ് റേറ്റ്, ആ എംക്യൂബ് റേറ്റ് ആണ് അവിടെ അവർക്ക് കൊടുക്കുന്നത്. ആരാണോ കോൺട്രാക്ടർ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടർ അവർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്തരത്തിൽ കണക്റ്റഡ് ആണ്, ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ വരുന്ന കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ക്വാണ്ടിറ്റി സർവേന്റെ സ്കിൽസ് ചോദിച്ച പോലെ തന്നെ ഒരു ലാൻഡ് സർവേർക്ക് വേണ്ട സ്കിൽ ഏരിയാസ് ഒക്കെ എന്തൊക്കെയായിരിക്കും? ലാൻഡ് സർവേർക്ക് ഇത് തന്നെയാണ്, ആ ഒരു എക്യുപ്മെന്റ്, ഇപ്പൊ ഒരു മോഡേൺ എക്യുപ്മെന്റ് അത് യൂസ് ചെയ്യാൻ അറിയുക എന്നുള്ളത്, പിന്നെ അത് എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവൻ ഒരു റോഡ് പ്രൊജക്ട് പർപ്പസ്, ഒരു റോഡ് പ്രൊജക്ട് ആണെങ്കിൽ അതിന് നമുക്ക് ഉണ്ടാവും, അതിനൊരു സെൻട്രൽ ലൈൻ ഉണ്ടാവും അല്ലെ, റോഡ് ഏതിലൂടെ പോകുന്നു എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് റോഡുകൾ ഉണ്ടാവും, ഗൾഫിലും ഉണ്ടാവും എക്സിസ്റ്റിംഗ് റോഡ്. ഇപ്പൊ ചില ഏരിയകളിലൊക്കെ പ്ലെയിൻ ലാൻഡ് ആയിരിക്കും, അതിൽ വന്നിട്ട് പുതിയൊരു റോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് സെന്റർ മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ റോഡിന്റെ വീതി എത്ര, അത് ആ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പൊ അത് പ്രകാരമാണ് അവിടെ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യണത്, അതിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോഡ്സ് ആണെങ്കിൽ. അപ്പോ ഇത്തരത്തിൽ അതിന്റെ ഒരു നോളേജ് അക്വയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് ഡ്രോയിങ്സ് എവിടുന്ന കിട്ടുക, ആ ഡ്രോയിങ് സ്റ്റഡി ചെയ്യാൻ കഴിയണം, അത് എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുക. അപ്പൊ അതിനെല്ലാം ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാവും, ഈ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഓരോ ലെയറും അതുപോലെ തന്നെ ഇട്ട് വരുമ്പോൾ അതിന്റെ ലെവൽസ് ടേക്ക് ചെയ്യാം, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓഫീസിലേക്ക് കൊടുക്കുക. ഇതിന്റെയൊക്കെ ഓരോരോ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള ഒരു നോളേജ് അക്വയർ ചെയ്യുക എന്നുള്ളത്, ഈ എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ ഇത് എന്ത് പർപ്പസിനാണ് വർക്ക് ചെയ്യണത്. ഇതിലിപ്പോ ഞാൻ ഒരു വട്ടം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാൻ വന്നൊരു പുള്ളി എന്നോട് ചോദിച്ചു, ഇപ്പോ ലാൻഡ് സർവേയില് മാത്സ് ഒക്കെ വരും, അരിത്മെറ്റിക് ഒക്കെ വരും, മാത്സിൽ കുറച്ച് വീക്കാണ്. ഒരിക്കലും ഇല്ല, വളരെ ചെറിയ, അതായത് പ്ലസും കൂട്ടുക കുറക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസ് ആയില്ലേ. മുന്നൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പല സൈന് കോസ് തീറ്റ എന്നുള്ള രീതിയിൽ കർവ് മാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കർവ് സ്റ്റോൺ മാർക്ക് ചെയ്യാനൊക്കെ, അതിന്റെ കറക്റ്റ് കർവിലൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി. അത് നമുക്ക് എത്ര മീറ്ററിലെ പോയിന്റ്സുകളാണ് അത്ര മീറ്ററിലെ പോയിന്റ്സുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് കറക്റ്റ് ആയിട്ട് മെഷീനിലൊക്കെ. ഇതിലും നമ്മളിപ്പോ ക്വാണ്ടിറ്റി സർവേയിൽ പറഞ്ഞ മാതിരി ഡ്രോയിങ് റീഡ് ചെയ്യുന്നതും ഒക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കാരണം ഡ്രോയിങ് ഇപ്പൊ ഈവൻ ഇപ്പൊ ഒരു റോഡ് പ്രൊജക്ട് ആവാം, അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്രൊജക്ട് ആവാം, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പ്രൊജക്ട് ആവാം, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ ഇൻഡസ്ട്രിയിൽ പ്രൊജക്ടുകളാവാം. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം മനസ്സിലാക്കണം. ഈവൻ റോഡാണെങ്കിൽ അത് റോഡിന്റെ എവിടെയാണ് സെൻട്രൽ ലൈൻ, അല്ലെങ്കിൽ എത്ര വീതിക്കാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ ഡ്രോയിങ് സ്റ്റഡി ചെയ്യണം. ഏത് പോയിന്റ് ആണ് ഈ മീൻസ് എഞ്ചിനീയേഴ്സിന് വേണ്ടത്, അവർക്ക് എവിടെയാണ് ഇപ്പൊ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ സ്റ്റേജ് എന്താണ്, അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ഫൂട്ടിംഗ് ആയിരിക്കും, ഫൂട്ടിംഗ് അല്ലെങ്കിൽ ബ്ലൈൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ കോളം. ഇത്തരത്തിൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് അവിടുത്തെ പോയിന്റ് എടുത്ത് അതിനെ സൈറ്റിൽ പോയിട്ട് സ്റ്റേക്ക് ചെയ്യാൻ കഴിയണം. ഇത്തരത്തിൽ ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് മാർക്ക് ചെയ്യാനുള്ള നോളേജ് സർവേർ ഉണ്ടാവണം. അത് ഗ്രാജുവലി വരുന്നതാണ്. ഈവൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി ഒരു സർവേറിനെ കൊണ്ടുപോയിട്ട് ഒരിക്കലും അത്തരത്തിൽ എല്ലാ ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് ചെയ്യാൻ പറയില്ല. കാരണം അത്ര റെസ്പോൺസിബിൾ ജോബാണ്. കാരണം ഒരു ബിൽഡിങ്ങിന്റെ 4 ഫൗണ്ടേഷൻസ്, ആ ഫൗണ്ടേഷൻ 4 കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇതിലൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തായി മിസ്റ്റേക്ക് വരും. അപ്പൊ അത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ഇതാണ്. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു സർവേറിന് ഒരു പക്ഷേ ലെവൽ കൊടുക്കാനുള്ള ജോബ് ഉണ്ടാവുള്ളൂ. ഒരു മെയിൻ സർവേർ സെന്ററിൽ മാർക്ക് ചെയ്ത് പോകും. അപ്പൊ അതിന്ന് സൈഡില് ലെവല് മാർക്ക് ചെയ്യുക, ഇത്ര ഹൈറ്റിൽ താഴ്ത്തണം അല്ലെങ്കിൽ ഇത്ര ഹൈറ്റില് ഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ലെവല് കൊടുക്കാനുള്ള ഒരു ജോബ് സ്റ്റാർട്ടിങ് സർവേർ ഉണ്ടാവും. അത്തരത്തിൽ നമ്മൾ അതിന് ഗ്രോ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിലുള്ള ഗ്രോത്തും എക്സ്പീരിയൻസും ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 സർവേസ് ഉണ്ടായിരുന്നു ആ ഒരു പ്രൊജക്റ്റിൽ. ഒരു സർവേ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു 5 പേരിൽ 2 ഫിലിപ്പീൻസ് എന്നുള്ള 2 പേരുണ്ടായിരുന്നു, നേപ്പാളിൽ നിന്നൊരു 3-4 പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പ്രായമുള്ള ആളുകളായിരുന്നു അതിലുണ്ടായിരുന്നത്.
ഞാൻ അങ്ങനെ ഓർക്കുന്ന സംഭവം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇപ്പോ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഓരോ പ്രൊജക്ട് ബേസ്ഡ് ടൗൺഷിപ്പ് ആയിട്ടും പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ടെറൈൻ എന്നുള്ളത് വളരെ അൺഡുലേറ്റഡ് ആണ്. അപ്പൊ അതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് അതിനൊരു മാപ്പിംഗ് സ്റ്റൈലിൽ എങ്ങനെ മാനേജ് ചെയ്ത് അതിന് നല്ലൊരു ടൗൺഷിപ്പ് ആക്കി അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട് ആക്കിയിട്ട് ഡിസൈൻ ചെയ്യുന്നു, അത്തരത്തിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറിലെ എല്ലാ ഡെവലപ്മെന്റും ഈ പറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ഷനും മീൻസ് ക്വാണ്ടിറ്റി സർവേയർ ആണെങ്കിലും പ്ലാനിംഗ് ആണെങ്കിലും QA/QC ആണെങ്കിലും പ്ലാനിംഗ് ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു സിവിൽ എഞ്ചിനീയറിംഗൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മേഖല പ്ലാനിംഗ് എഞ്ചിനീയർ എന്നുള്ളത്. അങ്ങനെ ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന ഒരു മേഖല. അതുപോലെ തന്നെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് QA/QC എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ റോഡ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും അതിനൊരു ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഈവൻ സോയിൽ ആണെങ്കിൽ പോലും സോയിലിന് അല്ലെ അഗ്രിഗേറ്റ്സും അതിന്റെ സീവ് അനാലിസിസും അതും ഇതൊക്കെ ആയിട്ട് കുറെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ഉണ്ട്. സിമെന്റിന്റെ അതുപോലെ തന്നെ സ്റ്റോണിന്റെ സോയിൽ എല്ലാ ടെസ്റ്റിംഗും ഉപയോഗപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ QA/QC. ഓരോ ഡിപ്പാർട്ട്മെന്റും കണക്റ്റഡ് ആണ്. എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലയന്റിന്റെ ഒരു കൺസെപ്റ്റ് എന്താണോ അത് നമ്മളെ ഡ്രോയിങ്ങിൽ ഉണ്ടാകും. ആ ഡ്രോയിങ്ങിനെ ശരിക്കും സൈറ്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ടീം തന്നെ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ട ആളുകളാണ് ഇതൊക്കെ, ഈ ക്വാണ്ടിറ്റി സർവേറും അതുപോലെ തന്നെ ലാൻഡ് സർവേറും QA/QC എഞ്ചിനീയേഴ്സും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ടീം തന്നെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീൽഡുകളുടെ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി സ്റ്റുഡൻസ് അവെയർ അല്ല എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പൊ ക്വാണ്ടിറ്റി സർവേ ആയാലും ലാൻഡ് സർവേ ആയാലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആക്ച്വലി ഈ വേൾഡ് എൻഡ് ചെയ്യുന്നത് വരെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ കൺസ്ട്രക്ഷനും ഒക്കെ ബൂം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ പ്രൊജക്ടുകൾ ഓരോ ഇയറും നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി അപ്ഡേറ്റഡ് ആയി കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിലേക്കൊന്നും സ്റ്റുഡൻസ് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഒരു സ്റ്റുഡൻറ്, ഒരു BTech കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഒരു അഡ്വൈസ്, എന്ത് അഡ്വൈസ് ആണ് അവർ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ ഇപ്പോൾ പേഴ്സണലി നമുക്ക് കൊടുക്കാൻ ഉണ്ടാവുക? ഇപ്പൊ താജ് സാറിന് പേഴ്സണലായിട്ട് താജ് സാറിന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം BTechലേക്ക് എൻട്രി ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ സ്റ്റുഡൻസ് മനസ്സിലാക്കണം, ഓക്കെ, ഞാൻ ഈ ഇറങ്ങുന്ന ഫീൽഡ് എനിക്ക് പറ്റിയതാണോ അല്ലയോ. BTechൽ തന്നെ കാറ്റഗറീസ് ഉണ്ടല്ലോ, അതായത് ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഏത് പോകണം എന്നുള്ളത് ആദ്യം അവരുടെ ടേസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അല്ലാണ്ട് അപ്പോൾ സ്കോപ്പ് അന്നത്തെ ആ ഒരു സമയത്ത് സ്കോപ്പ് IT-ക്കാണ് വിചാരിച്ചിട്ട് IT-ക്ക് കയറും. 4 വർഷം കഴിയുമ്പോൾ സ്കോപ്പ് ഡൗൺ ആവും, നേരെ നമ്മളെ ഫീൽഡ് ഔട്ടായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ് എല്ലാവരും പറയുന്ന സ്കോപ്പ് നോക്കിയിട്ടല്ല, നമുക്കൊരു സ്കില്ല് ഏതിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ആ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എന്താണ് അതിനുശേഷം പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ പറയാനുള്ളത് സിവിൽ എഞ്ചിനീയറിനെ കുറിച്ചാണ്. ഗ്യാസ്കാർക്കും അത് തന്നെ പറയാനുള്ളത്. ഇപ്പോൾ സിവില് ഈ ഒരു സ്ട്രീം ചൂസ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇന്ത്യ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഡിസൈനിങ് സ്കില്ലുള്ളവർ മാത്രം അതിലേക്ക് പോവാം. ഓക്കെ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിൽ സ്കില്ലുള്ള ആളുകൾ മാത്രം അതിലേക്ക് പോവാം. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രി എന്താണ്, അതിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആദ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു, സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളതിൽ ബെറ്റർ ആവുക. അപ്പോൾ ഏത് ഫീൽഡിലാണ് നമ്മൾ ചൂസ് ചെയ്തത്, ആ ചൂസ് ചെയ്ത ഫീൽഡിന് നമ്മൾ സ്കില്ല് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന പല കുട്ടികൾക്കും ആ ഫീൽഡിലുള്ള സ്കില്ല് ഉണ്ടാവില്ല. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ 95% സ്റ്റുഡൻസ് സ്കില്ലില്ലാതെയാണ് പഠിച്ചിറങ്ങുന്നത് എന്നുള്ളതാണ്. ശരിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. അപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് അവർക്ക് സ്കില്ലില്ല, ബേസിക്കലി അവർ സ്കില്ലില്ല. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാം ഒരു കുഴഞ്ഞ അവസ്ഥയിൽ കിടക്കണം. എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഇൻഡസ്ട്രിയൽ ഏരിയ ചൂസ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യണം, സ്പെഷ്യലൈസ് ചെയ്യണം. ക്വാണ്ടിറ്റി സർവേ ആണെങ്കിൽ അങ്ങനെ, ലാൻഡ് സർവേ ആണെങ്കിൽ അങ്ങനെ, സൈറ്റ് എഞ്ചിനീയർ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഇതിപ്പോൾ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രം ജോബ് കിട്ടണമെന്നില്ല. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർക്ക് ജോബ് കിട്ടില്ല. ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ അക്വയർ ചെയ്ത സ്കില്ലിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയണം.
എങ്ങനെ നമ്മളിപ്പോൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്കില്ലിനെ ഒരു കമ്പനിക്ക് വേണ്ടി സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആ സെല്ല് ചെയ്യുന്നതിന് ഒരു സ്കില്ലുണ്ട്, അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ എന്താ അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്താ? CV ആണ്. CV-യിലൂടെയാണ് നമ്മൾ കമ്പനി നമ്മളെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് അറിയുമ്പോൾ എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് അറിയിക്കണം. ഇനിയിപ്പോൾ CV-യിൽ അവർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതിന് പോകേണ്ട മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ. ആക്ച്വലി ഇപ്പൊ ഈ CV-യുടെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആയാലും ഇന്റർവ്യൂ ആയാലും ഇത് മൊത്തത്തിലൊരു സെക്ഷനായി ചെയ്യാനുള്ള സബ്ജക്ട് ഉണ്ട്. അതിപ്പോ നമുക്ക് ഇപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരിക്കലും നമുക്കിത് തീർക്കാൻ കഴിയില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ റീസെന്റ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടൊരു മോക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. മോക്ക് ഇന്റർവ്യൂ പറഞ്ഞാൽ ഒറിജിനൽ ഇന്റർവ്യൂവിന്റെ മുന്നേ ഉള്ള ഒരു സാമ്പിൾ ട്രെയിനിങ് പോലെ അല്ലേ. ജസ്റ്റ് ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, മോക്ക് ഇന്റർവ്യൂ ആണ് വരണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ അവർ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ. പല ആളുകളും വന്ന് ടീഷർട്ടും കാഗോസും ഇട്ടിട്ടാണ് വന്നത്, മനസ്സിലായോ? അപ്പൊ എന്താ മോക്ക് ഇന്റർവ്യൂ എന്നുള്ളവർക്ക് അറിയില്ല. CV എല്ലാവരും കോപ്പി അടിച്ച് കൊണ്ടുവന്നു. CV-യിൽ എഴുതിയ കണ്ടന്റ് എന്താന്ന് പോലും പല ആളുകളും വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ എക്സാക്ട്ലി അവര് ബിടെക് കഴിഞ്ഞു, അവര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വന്നു, സ്കില്ലും അക്വയർ ചെയ്തു. പക്ഷേ ഇന്റർവ്യൂവിൽ ഫെയിലായി. ഇന്റർവ്യൂ ഫെയിൽ ആവുമ്പോൾ എന്താ സംഭവിക്കുക? അവർക്ക് കിട്ടിയ അറിവ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തത് ഒരു മെയിൻ പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൂടി അവരെന്ത് ചെയ്യണം? അക്വയർ ചെയ്യണം. ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് അവര് ഇന്ത്യൻസുമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യുക. പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളുണ്ട് അല്ലേ. ഇപ്പോൾ ശ്രീലങ്കൻസിന് നമുക്ക് ക്വാണ്ടിറ്റി സർവേസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം. ക്വാണ്ടിറ്റി സർവേ ശ്രീലങ്കയിൽ BSc ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞ 3 വർഷം അത് പഠിച്ച് അത് മാത്രം പോളിഷ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്, ക്വാണ്ടിറ്റി സർവേ മാത്രം. അപ്പൊ അവർക്ക് പ്രിഫറൻസ് കിട്ടുമല്ലോ. അവരുടെ ഇടയിലാണ് നമ്മുടെ സ്റ്റുഡൻസ് അപ്പിയറൻസ്, അതായത് കുട്ടികളുടെ അപ്പിയറൻസ് കൂടെ മാറണം. കാരണം ഒരു ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടത്, പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആൻസർ കൊടുക്കാൻ കഴിയണം. ഈവൻ ഇപ്പൊ ടെക്നിക്കൽ അല്ലെങ്കിൽ കൂടെ സ്വന്തം എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അത് അവിടെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ വരുമ്പോഴാണ് ഒരുപക്ഷെ അവർക്കൊരു ഫുൾഫിൽമെന്റ് ആവുള്ളൂ. ആസ് എ ഫ്രഷർ ആയിട്ട് കയറാൻ പോലും അത് വേണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണമെന്നുള്ളതാണ് അല്ലേ. ഞാൻ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്തതിൽ തന്നെ നമുക്ക് സ്കില്ലുള്ള ആളുകൾക്ക് തന്നെ, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് മോശമായതുകൊണ്ട് ഞാൻ അവരെ കമ്പനിയിലേക്ക് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതാണ്. ഇന്റർവ്യൂ കണ്ടക്ട് അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തുടങ്ങാൻ തന്നെ കാരണം ഇവര് പ്രോപ്പർ പാക്കേജ് ആക്കി പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവര് അതിൽ അവെയർ അല്ല, അവരത് എങ്ങനെ ഇപ്പൊ തൊട്ടുമുന്ന സാർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം, നമ്മുടെ സ്വന്തം സെൽ ചെയ്യാൻ. അതെന്താന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ മോക്ക് ഇന്റർവ്യൂവിൽ അത് അവരെയും കൂടി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിന്നൊക്കെ സ്റ്റുഡൻസിന്റെ ചില അപ്പിയറൻസ്, അവരുടെ ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ സ്കില്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം അതില് ബാക്ക്വേർഡ് ആണ് എന്നുള്ളത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ചു ഫീഡ്ബാക്ക് എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ്. അവർ വിചാരിച്ചത് ഞാനൊരു അവരുടെ ഒരു സാറായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഇരുന്നത് അവിടെ ഒരു ഇന്റർവ്യൂർ ആയിട്ട് തന്നെയാണ് അവരെ മുന്നിൽ ഇരുന്നത്. ശരിക്കും തിരിച്ചും മറിച്ചും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് അതിന് ശേഷം അവരെന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു, സാറേ ഞങ്ങൾ കുറച്ച് പഠിച്ചു എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം നമുക്ക് അറിയുന്നില്ല, അതെങ്ങനെയാണെന്നുള്ളത് സാറൊന്ന് നമുക്കൊരു. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പോയൊരു കമ്പനിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്നോട് ഇന്റർവ്യൂവിന് പോണ സമയത്ത് അറിയുന്ന ആളുകൾ പറഞ്ഞു, CV-യിൽ എഴുതിയ കാര്യത്തെക്കുറിച്ച് നല്ല നോളജ് വേണം. ഓക്കെ, ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് നോളജ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, CV-യിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു പോയെങ്കിലും ഞാൻ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ഒരു കമ്പനിയുടെ പേര്, ഞാൻ ഈവൻ വർക്ക് ചെയ്ത കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് ഞാൻ കുറച്ചൊന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഇന്റർവ്യൂ ചെയ്ത ആളൊരു മലയാളി ആയതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് സ്ട്രെസ്, ആ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഫിയർ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കണം. നമ്മളെ അപ്പിയറൻസ്, നമ്മൾ അവരുമായിട്ടുള്ള അപ്രോച്ച്, നമ്മൾ എത്രത്തോളം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള നമ്മളെ റെസ്പോൺസ്, പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഇപ്പോൾ ഓരോ ജോബും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു റിസ്ക് ആണ് അല്ലേ. റിസ്ക് മീൻസ് ആ ഒരു എന്താ പറയുക, ആ ഒരു ജോബിൻ്റെ റിസ്കുകളുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണോ എന്നുള്ളത് കൂടി അവർ ചെക്ക് ചെയ്യും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ റെഡിയാണോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇതൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം ഇതവിടെ അവസാനിക്കുന്നില്ല. ജോബിന് കയറിയാൽ
അവിടെ ഒരു 3 മാസം പ്രൊബേഷൻ ഉണ്ട്, 3-6 മാസം ആസ് പെർ കമ്പനി പോളിസി അനുസരിച്ചിട്ട് 3-4-5 എത്ര വേണമെങ്കിലും ആ കമ്പനി പോളിസി അനുസരിച്ച് യൂഷ്വലി 3 or 6 months ആണ്. അപ്പോൾ ഈ ഒരു സമയത്തും അവരെന്ത് ചെയ്യും, നമ്മളെ ചെക്ക് ചെയ്യും. എന്നിട്ട് 6 മാസം അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പെർമനന്റ് പോസ്റ്റ് ആവുള്ളൂ. പിന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ജൂനിയർ ക്വാണ്ടിറ്റി സർവേയർ, പിന്നെ ക്വാണ്ടിറ്റി സർവേയർ, സീനിയർ ക്വാണ്ടിറ്റി സർവേയർ, ഇത്തരത്തില് പൊങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അപ്പിയറൻസ്, പിന്നെ കമ്പനിയോടുള്ള കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം വരുമ്പോഴാണ് അവിടെ ഒരു ഫുൾഫിൽമെന്റ് ആവുള്ളൂ. അപ്പോഴാണ് കമ്പനിക്ക് മനസ്സിലാവുള്ളൂ ഇവനെ നമുക്ക് വിടാൻ പറ്റില്ല, ഇവനെ നമുക്ക് നിർത്തണം. ആ രീതിയിൽ ആക്ച്വലി അപ്പോഴാണ് ഒരു റേസ് ആവുള്ളൂ. അതായത് കോമ്പറ്റീഷനിൽ നമ്മളും കൂടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു ഒരു ഫീല് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പൊ ഒരു ടീം ബിൽഡിംഗ് ആണ്. ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ടെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ടാവും, സീനിയർ ക്വാണ്ടിറ്റി സർവേർ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ മാനേജർമെന്റ്, ഈ രീതിയിൽ ഒരു വലിയൊരു ലീഡിംഗ് ടീംസ് ഉണ്ടാവും. ഇത്തരത്തില് അവരുടെ ഓർഗനൈസേഷനിലെ ഉള്ളിൽ നല്ലൊരു സ്ട്രക്ചറിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും അതിന് അതിന്റേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ കുറച്ചു മുന്നേ നമ്മുടെ ക്വാണ്ടിറ്റി സർവേ, ലാൻഡ് സർവേനൊക്കെ പറ്റിയിട്ടുള്ള ഗ്രോത്ത്, പ്രൊഫഷണലി ഗ്രോത്ത് എന്താന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പേഴ്സണലി ഇപ്പോ ഒരു റിയാസ് സാറിന്റെ ഒരു ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാൻഡ് സർവേർ ആയിട്ട് നമ്മുടെ ഒരു ജേണി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ ആക്ച്വലി ഞാൻ 2002 തുടങ്ങിയാണ് എന്റെ ഈ ഒരു കരിയർ. ജസ്റ്റ് ഒരു സർവേർ ആയിട്ട് തുടങ്ങിയാണ്. നാട്ടില് വർക്ക് ചെയ്തു, ഒരു 3 വർഷം നാട്ടിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്, ദുബായിൽ പോകുന്നത്. ദുബായിൽ എന്ന് വെച്ചാൽ ഫുള്ള് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ വലിയൊരു കമ്പനി. അതിൽ 400 സർവേയർമാർ മാത്രമായിരുന്നു. ആ ഒരു കമ്പനിയിൽ ടോട്ടൽ 10,000 എംപ്ലോയീസിൽ 400 സർവേയർമാര്. അതിൽ സർവേ മാനേജർ, സർവേ എഞ്ചിനീയർ, ഇഷ്ടം പോലെ പോസ്റ്റുകൾ. ഒരു ജൂനിയർ സർവേയർ ആയിട്ട് അവിടെ പോയി നമുക്ക് അവിടെ സീനിയർ സർവേ ആയിട്ട് ഒരു 5 വർഷം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റി. ആ രീതിയിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൾഫിൽ നമുക്ക് അറിയാൻ പറ്റും, ഗൾഫിൽ പോയവർക്ക് അവിടുത്തെ ഫ്ലൈ ഓവേഴ്സുകളും ബ്രിഡ്ജുകളും പിന്നെ അവിടുത്തെ ടൗൺഷിപ്പുകളും വലിയൊരു ഡിസേർട്ട് ആയിരിക്കും. ആ ഡിസേർട്ട് മൊത്തം ഡെവലപ്മെന്റ് വരികയാണ്. കാരണം അവിടെ ഡെവലപ്മെന്റ് വരുന്ന ആദ്യം ഒരു പ്രൊജക്ട് മാനേജറിന്റെ കമ്പനിയിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് അവർ വിളിക്കുന്നത് സർവേയറിനാണ്. കാരണം അതിന്റെ ഡിസൈൻ ഏത് രീതി ചെയ്തു, അതിന്റെ ബൗണ്ടറീസ് ഫസ്റ്റ് മാർക്ക് ചെയ്ത്, പിന്നെ അതിനുള്ളിൽ വരുന്ന യൂട്ടിലിറ്റീസ്, റോഡ്സ്, ബിൽഡിങ്സ്, ഇതെല്ലാം എല്ലാത്തിനും സെപ്പറേറ്റ് ഡ്രോയിങ് വെച്ചിട്ടാണ് ഫസ്റ്റ് 1, 2, 3 സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ ടൗൺഷിപ്പില് ആ ഒരു റോഡ് മാർക്കിംഗ് അടക്കം, ഈവൻ റോഡാണെങ്കിൽ റോഡ് മാർക്കിംഗ് അടക്കം കഴിഞ്ഞിട്ടാണ് സർവേർ അവിടെ എക്സിറ്റ് ആവുന്നത്. അത്രയും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് സർവേർമാർക്ക് അവിടെ ഉള്ളത്. ഇങ്ങനെ ഞാനൊരു ദുബായിൽ വർക്ക് ചെയ്തു, അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്തു. പിന്നെ 10 വർഷം അതിന്റെ സർവേ ഫീൽഡിൽ, പിന്നെ നാട്ടിൽ വരുന്നത്, നാട്ടില് സർവേന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ സർവേ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കേരളത്തിലെ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇത്രയും എഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ സ്ഥലത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒരു എക്സ്പെർട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഓരോ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല സ്ഥലങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മളുടെ അന്വേഷണം വരികയും ആ രീതിയിൽ നമ്മൾ അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തു. കാരണം മാപ്പിംഗ് എന്നുള്ളത് ഒരു മൊത്തത്തിലെ സർവേന്റെ കേരളത്തിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ടെറൈൻ എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ഹൈറ്റ്, ഡിഫറെന്റ് ഷേപ്പ്, ഇതെല്ലാം നമുക്ക് അറിയുന്നതോട് കൂടിയിട്ട് ആ ലാൻഡ് എന്തിന് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിലേക്ക് കുറെ എൻക്വയറി വരാൻ തുടങ്ങി. അങ്ങനെയാണ് അതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ എന്റെ പ്രൊഫഷനെ ഡൈവേർട്ട് ചെയ്തു. ആക്ച്വലി ഇപ്പൊ സർവേ മാപ്പിംഗ് എന്നുള്ള ഒരു കമ്പനി അവിടെ നിലനിൽക്കുകയും ഒപ്പം തന്നെ ഞാൻ എന്റെ പ്രൊഫഷനെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ വളരെ നല്ല രീതിയിലുള്ള റെസ്പോണ്ട് നമുക്ക് വന്നത്. ഓക്കെ, അതായത് 20 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഒരു സർവേ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. 10 വർഷമാണ് സർവേറായിട്ട് ജോലി ചെയ്യുന്നത്. പിന്നെയാണ് 10 വർഷത്തിന് ശേഷമാണ് ഞാൻ സർവേ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരലായിട്ട് നമ്മൾ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി പല രീതിയിലുള്ള എൻക്വയറീസും വരും. അതായത് ഒരു എന്ത് പ്രൊജക്ടിനും ഏത് രീതിയിലുള്ള സർവേ മീൻസ് ലൊക്കേഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ പല പ്രൊജക്ട്സിലാണല്ലോ, അഗ്രികൾച്ചർ പ്രൊജക്ട്സിലുണ്ടാവും, ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് ഉണ്ടാവും, അതിൽ റിസോർട്ട് ആൻഡ് ആ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ്, ടൗൺഷിപ്പുകൾ, ഈവൻ ഒരു ഫാം ഹൗസ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ലാൻഡുകളാണ് വേണ്ടി വരിക, അതിൻ്റെതായ ലൊക്കേഷൻസ് ആണ് വേണ്ടി വരിക. അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രൊജക്ട് ബേസ് നമുക്ക് നല്ല നല്ല ലാൻഡുകൾ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല റിയൽ എസ്റ്റേറ്റ് മേഖല അറിയാം. എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോയിങ് ഒരു മേഖലയാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ അത് എന്റെ ബേസിക് ആയിട്ട് സർവേ എന്നുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ രീതിയിൽ
അവിടെ വളരാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഉണ്ട്. അതായത് എല്ലാ രീതിയിലും അതിനെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ നല്ല രീതിയിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് രീതിയിൽ, ഡെവലപ്പർ എന്നുള്ള രീതിയിൽ, ആസ് എ റിയലേറ്റർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ബിടെക് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെക്കായി നിന്നു, ഒരുപാട് കോഴ്സുകൾ ചെയ്തു. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൊഫഷണൽ ജേണി ഇപ്പൊ താരി സാറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, ആ ഒരു പ്രൊഫഷണൽ ജേണി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ മറ്റേ ബിടെക് കഴിഞ്ഞ സമയത്ത് ഇതേപോലത്തെ കോഴ്സുകളെല്ലാം ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ടോ മറ്റെവിടെയും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഗൾഫിലേക്ക് പോയി ചെയ്തു, ഖത്തറിലേക്ക് പോയി. പിന്നെ അവിടുന്ന് എൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും അവരുടെയൊക്കെ എക്സ്പീരിയൻസ്, പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു QS എന്നുള്ള പ്രൊഫഷനെ കുറിച്ച് അറിഞ്ഞു. പിന്നെ അവരുടെ ഒരു മെൻറ്ററിങ്ങിലൂടെ ആ ഒരു ഫീൽഡിലേക്ക് വന്നതാണ്. ഓക്കെ, പിന്നീട് നമ്മളൊരു ടെൻഡർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു, ഒരു കമ്പനിയിൽ ടെൻഡറിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പ്രൊജക്റ്റിലേക്ക് മാറി, ഒരു 4 ടവർ പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നീട് അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിൽ നമ്മൾ QS ആയിട്ട് പ്രീ ആൻഡ് പോസ്റ്റ്, അതായത് സൈറ്റിലും ഖത്തറിലായിരുന്നു, ടെൻഡറിലും അതുപോലെ തന്നെ സൈറ്റിലും നമുക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുമായിട്ടും ഇതേ മെത്തേഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ആളുകളുമായിട്ട് സംസാരിച്ചിട്ടും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഒരു ഓവറോൾ പിക്ചർ എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഓവറോൾ പിക്ചർ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ ഒരു അഡ്വൈസ് ഇപ്പോൾ സ്റ്റുഡൻസ്, ഒരു വ്യക്തി ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണം എന്നുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അവർ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം, ഏതിലേക്ക് പോകണം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ QS റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും സ്റ്റുഡൻസ് ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന കോളേജസും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞാൻ അതിനുശേഷം ഖത്തറിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു, ഇപ്പോൾ ലബാമി ബിൽഡേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടർ എന്നൊരു പൊസിഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കമ്പനിയുടെ വൺ ഓഫ് ദ പാർട്ണർ ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉയരാൻ പറ്റിയെന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ അതാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ അതാണ് ഇപ്പോൾ എൻ്റെ പൊസിഷൻ. ഓക്കെ, എന്തായാലും ഈ ഡിസ്കഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം ഇപ്പൊ എൻ്റെ കുറെ സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ബിടെക് കഴിഞ്ഞുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവര് പലതിനെ പറ്റിയിട്ടും അവെയർ അല്ല. അവരോട് ചോദിക്കുമ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് അവര് വളരെ നമ്മള് കാഷ്വൽ ടോക്കിന്റെ ഇടയിൽ പറയും ബിടെക് കഴിഞ്ഞു, അപ്പോൾ ഇനി എന്താ പ്ലാൻ ചോദിക്കുമ്പോൾ ഇനിയാണ് ആക്ച്വലി പ്ലാൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളത് അവര് വളരെ ഫണ്ണായിട്ട് പറയും. കാരണം അവര് പലതും അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ക്വാണ്ടിറ്റി സർവേ, ലാൻഡ് സർവേ, അതിന്റെ ഒരുപാട് ഇൻസൈറ്റുകളെ പറ്റി ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്ക് അതിന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലും എല്ലാവർക്കും എന്താണ് അവരുടെ ടേസ്റ്റ്, അവരുടെ പാഷൻ എന്താണ്, അതിനനുസരിച്ച് ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഇതിലേക്ക് വരണം അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യണം ഒരിക്കലും പറയാൻ അതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു സൈറ്റ് എഞ്ചിനീയറെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട ഒരു ജോബല്ല. ഐ മീൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇതിലേക്ക് പോകുന്നത് കുറച്ച് മോശമാണ്. QSലേക്ക് മാറണം. എഞ്ചിനീയർ ആണ് പെട്ടെന്ന് PM ആവാനുള്ള ചാൻസ് ഉള്ളത്, കമാൻഡിംഗ് പവർ ഉള്ള ഒരു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ QS ആയി വർക്ക് ചെയ്ത സമയത്ത് ഒരു ടാർഗറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ സഞ്ജു എന്ന് പറഞ്ഞൊരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. സൈറ്റ് എഞ്ചിനീയർ അല്ല, പുള്ളി പ്രൊജക്ട് എഞ്ചിനീയർ. പുള്ളി ഒരു ഇൻവോയ്സിന്റെ ഡിസ്കഷന് വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ പുള്ളിയായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത് പുള്ളി കുറച്ചുകൂടി QS സ്കില്ല് അധികം ഉണ്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, സഞ്ജു നിങ്ങൾ എന്തിനാണ് ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, കുറച്ച് വെയിൽ കൊള്ളേണ്ടൊക്കെ കാര്യങ്ങളില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് QS സ്കില്ല് നല്ലുണ്ട്, എന്തുകൊണ്ട് QS ആയിക്കൂടാന്ന് ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞ കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ഞെട്ടിപ്പോയി. കാരണം പുള്ളിനോട് പറഞ്ഞു, താജെ ഞാൻ ആൾറെഡി QS ആയിരുന്നു, എനിക്ക് ആ ഒരു പ്രൊഫഷൻ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. കാരണം ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ളൊരു ജോബാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി സൈറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചൊരു കൺട്രോളിങ് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പാഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രൊഫഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. അതായത് QS പ്രൊഫഷനിൽ നിന്ന് സൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ഫീൽഡിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ശരിക്കും സൈറ്റ് എഞ്ചിനീയർ കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് അതിൻ്റെ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് വന്നിട്ടാണ് പിന്നീട് എന്താണ് പ്രോജക്റ്റ് എഞ്ചിനീയറും പിന്നെ പ്രോജക്ട് മാനേജറുമാണ്. ഒരു പ്രോജക്ട് മാനേജർ അണ്ടറിലാണ് ആ സൈറ്റിലെ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരിക. ഈവൻ
QS വരെ. അതെ അതെ ശരിയാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ ഉണ്ട്, ഒരു കടൽ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ പ്രൊഫഷണലി ഒരു QS ലാൻഡ് സർവർ ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇൻസൈറ്റുകൾ ആക്ച്വലി ഭയങ്കര വെർത്താണ്. അപ്പോൾ ഇതേപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ നോക്കിക്കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോയിന്റ് ആണ്, അതായത് വേൾഡ് എൻഡ് ആവുന്നത് വരെ ആക്ച്വലി ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ഈ പറഞ്ഞ ഓരോ സെക്ഷൻസിനും, ഇപ്പൊ സാർ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി സർവേ ലാൻഡ് സർവേ എന്ന് മാത്രമല്ല, A to Z ഓരോ ഏരിയാസും ഡെസിഗ്നേഷൻസിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതൊരിക്കലും എൻഡ് ആവുന്നില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കോമഡി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കല്ലെടുത്ത് എറിഞ്ഞാൽ ആക്ച്വലി വീട്ടുകാർ തലേക്ക് ചാടരുത് ഒരിക്കലും. അത്രയും വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായും. അതായത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കല്ല് വന്നിട്ട് തലയിൽ ചാടുന്നത് ചുരുക്കി പറഞ്ഞ. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു ഇത്. നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ പ്രതീക്ഷിക്കാം. തീർച്ചയായും.